ഇപ്പോൾ ക്രിസ്മസ് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ആഘോഷമാണ്. ഇപ്പോൾ ക്രിസ്മസിന് ഞാൻ കുഞ്ഞുനാളിൽ, അതായത് എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ആ ക്രിസ്മസ് ദിവസം ഫുഡ് ഉണ്ടാക്കിയിരുന്നതെന്നും എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചിരുന്നതെന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ, അതായത് ഡിസംബർ 25-ാം തീയതി എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്, അത് മറ്റുള്ള കാര്യത്തിലല്ല, ആ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഡിസംബർ 1-ാം തീയതി മുതൽ 24-ാം തീയതി പാതിരാത്രി വരെയും നൊയമ്പായിരിക്കും. അപ്പോൾ ആ നൊയമ്പ് ഞങ്ങൾ നൊയമ്പ് മുറിക്കുക എന്ന് പറയും. അത് ഡിസംബർ 24-ാം തീയതി മിഡ് നൈറ്റിൽ പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പം നമുക്ക് പിന്നെ നൊയമ്പ് മുറിച്ചു. കാരണം ക്രിസ്മസ് ആയല്ലോ. കൊച്ചുനാളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഞായറാഴ്ചകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ അല്ലെ ഒരു സ്ഥലത്ത് പങ്കുവെപ്പ് ഉണ്ടായിരിക്കും, ഇറച്ചി പങ്കുവെപ്പ്, അതായത് ബീഫ്, നാടൻ ബീഫ്. അപ്പോൾ ആ ബീഫ് ഉറപ്പായിട്ടും ക്രിസ്മസിന് ഈ ഒരു പങ്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ പങ്ക് വെച്ച് വാങ്ങിക്കുന്ന ഈ ബീഫിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അങ്ങനെ കിട്ടാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ ഈ ബീഫ് പങ്കുവെച്ച് കിട്ടുന്നത് 2 നേരം ഉപയോഗിക്കും. രാവിലെ, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെയും ഉണ്ടാക്കും നാടൻ ബീഫ് കറി, അതായത് മുളകിട്ടുണ്ടാക്കുന്ന കറി. അതുപോലെ ഉച്ചയ്ക്കും ചോറിൻ്റെ കൂടെയും ഉണ്ടാക്കും. ചില സമയത്ത് ഇത് ഉലർത്തിയെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് പണ്ട് മുതലേ ചെയ്തു വന്നിരുന്നത് കേട്ടോ. ഇപ്പം കാലം മാറിയപ്പോൾ അതൊക്കെ മാറി. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തുടങ്ങാം. അപ്പം പാലപ്പം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളയപ്പം. അതിപ്പം വെള്ളയപ്പത്തിന് പണ്ട് പറയുന്നത് കള്ളപ്പം എന്നാണ്, ഇപ്പോഴും കള്ളപ്പം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം അഥവാ കള്ളപ്പം, ഇതിലേതെങ്കിലും ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നാടൻ ബീഫ് കറി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് സ്റ്റൂ, മുട്ട വെച്ചുള്ള സ്റ്റൂ, അതൊക്കെയാണ്. ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ. ഇപ്പം കാലം മാറിയപ്പോൾ, നമ്മളൊക്കെ കുറച്ച് മുതിർന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ആ രീതിയൊക്കെ മാറി. അപ്പത്തിൻ്റെ കൂടെ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ മപ്പാസ് അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ ഒക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കറികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് പ്ലേലിസ്റ്റ്. അപ്പം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ എടുക്കാം. അതിൽ ഇപ്പം പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു കറിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും അപ്പത്തിൻ്റെ കൂടെ. പാലപ്പം ആയാലും വെള്ളയപ്പം ആയാലും ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ മപ്പാസ് അതിൻ്റെ കൂടെ അടിപൊളിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കും. ഇനി ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നാടൻ ബീഫ് കറി ഇട്ടിട്ടുണ്ട്. നാടൻ ബീഫ് കറിയും ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെയും അതുപോലെ വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ. പിന്നെ മറ്റൊരെന്ന് പറഞ്ഞാൽ ഫിഷ് മോളിയാണ്. അതായത് എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചുനാളിൽ ഫിഷ് മോളിയൊന്നും അങ്ങനെ അപ്പത്തിൻ്റെ കൂടെ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഇപ്പം പലതും ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ അപ്പത്തിൻ്റെ കൂടെ. ഫിഷ് മോളിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇടാം. ക്രിസ്മസിന് മുമ്പ് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ട്രൈ ചെയ്യാം. അപ്പോൾ പാലപ്പം ആണെങ്കിൽ അതിൻ്റെ കൂടെ ഫിഷ് മോളി നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. അല്ലെങ്കിൽ മട്ടൻ കറി നിങ്ങൾക്ക് ചെയ്യാം, മട്ടൻ കുറുമ ചെയ്യാം. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നോക്കി തയ്യാറാക്കാം. അപ്പോൾ ഈ ക്രിസ്മസിന് അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ മപ്പാസ് തയ്യാറാക്കൂ, അല്ലെങ്കിൽ നാടൻ ബീഫ് കറി, അതും അല്ലെങ്കിൽ ചിക്കൻ കുറുമയോ മട്ടൻ കുറുമയോ. ഇനി ഇതൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്ഷനൂടെ ഞാൻ തരാം. മുട്ട കൊണ്ടുള്ള എന്തെങ്കിലും വെറൈറ്റീസ് ട്രൈ ചെയ്യാം. അതിൽ ഞാനൊരു മുട്ട കുറുമ ഇട്ടിട്ടുണ്ട്. അത് പാലപ്പത്തിലൂടെ കിഡിലൻ കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ മുട്ട വെച്ചുള്ള സ്റ്റൂ ഉണ്ട്, അതായത് മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തുള്ളൊരു തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയുണ്ട്, അതും നല്ലതാണ്. പിന്നെ ഒരു കോമ്പിനേഷനോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങളെ അഡിക്റ്റ് ആക്കുന്ന ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ചിക്കൻ കറി ഇട്ടായിരുന്നു, തേങ്ങാപ്പാൽ ഒഴിച്ചൊരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, പെരുംജീരകമൊക്കെ ചേർത്ത്. അതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അപ്പത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ പല കറികൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും അവനവൻ ഇഷ്ടമുള്ളതല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പവുമായി കറിയുമായി. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ കട്ട്ലറ്റ് ഉണ്ടാക്കി തരുമായിരുന്നു, ബീഫിൻ്റെ കട്ട്ലറ്റ്. അപ്പോൾ അപ്പം ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കറി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കട്ട്ലറ്റ്, പിന്നെ പ്ലം കേക്ക്.
പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അന്ന് വീട്ടിൽ കേക്കൊന്നും ഉണ്ടാക്കത്തില്ല, ഇപ്പോഴല്ലേ എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലം കേക്ക് എന്ന് പറയുമ്പോഴേ, ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ നമ്മൾ പ്ലം കേക്കാണ് എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ ഈ പ്ലം കേക്കിൻ്റെ ഒരു മണം. അപ്പോൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല, ഓരോ വിരുന്നുകാർ വരുമ്പോഴും അതുപോലെ നമ്മൾ തന്നെ വാങ്ങിച്ചു വെക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലം കേക്കും ഓരോ പീസ് മുറിച്ച് വെക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. പിന്നെ ഒരു പൂവമ്പഴം അല്ലെ പാളയത്തോടം പഴം കാണും, ഒരു ഗ്ലാസ് ചായ കാണും. ഇതാണ് പെർഫെക്റ്റായിട്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഇത് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യത്യാസം കാണും, പലയിടത്തും പല രീതിയിൽ കാണും. ഞാൻ കേട്ടിട്ടുണ്ട് ചിലയിടത്ത് വട്ടയപ്പം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യാറുണ്ട്. അത് സാധാരണ പോലെ അരി അരച്ചുണ്ടാക്കുന്ന വട്ടയപ്പം. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലഞ്ച്, അതായത് ഉച്ചഭക്ഷണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കറിയാണ്. അതായത് ബീഫ് കറിയാവും, അല്ലെങ്കിൽ അതൊന്ന് ഉലർത്തിയെടുക്കുമ്പോൾ ബീഫ് ഉലർത്ത്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനൊക്കെ പണ്ടത്തെ കാലത്ത് വീടുകളിൽ ക്രിസ്മസിനൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രധാനമായിട്ടും ബീഫ് കറിയായിരുന്നു, ബീഫ്, മീൻ, അതാണ് പ്രധാനമായിട്ടും. അപ്പോൾ ആ ഒരു ലഞ്ചിൻ്റെ മെനു ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വെക്കും ഉച്ചയ്ക്ക്, അത് കുത്തിരി ചോറ് അല്ലെങ്കിൽ വെള്ള നിറമുള്ള ചോറായിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചുകറിയാണ്. ഒഴിച്ചുകറി എന്ന് പറയുമ്പോൾ ചെറുപയർ, അതായത് പച്ച ചെറുപയറല്ലേ, ആ ചെറുപയർ മുഴുവനെ കിട്ടുന്ന അങ്ങനെ വാങ്ങിച്ചിട്ട് അത് അലകാക്കിയിട്ട് പൊടിച്ചെടുക്കും. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പം ജസ്റ്റ് ക്രഷ് ചെയ്യും അരകല്ലേ വെച്ചിട്ട്. അത് കഴുകി വാരി ഒരു കറി ഉണ്ടാക്കും. അതാണ് തേങ്ങ കരച്ചുണ്ടാക്കുന്നതാണ്. അതാണ് അന്നത്തെ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഒഴിച്ചുകറി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിളമ്പുമ്പോൾ കുറച്ച് നെയ്യും ഒരു പപ്പടം ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമതൊരു ഒഴിച്ചുകറിയുണ്ട്, അത് തേങ്ങ അരച്ച മോരുകറിയാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ അരച്ച മോരുകറി ഞാൻ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കറി, അതായത് നാടൻ ബീഫ് കറി, ബീഫ് ഉലർത്തിയത്, ഒരു തോരൻ കാണും. പണ്ടത്തെ കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന തോരൻ എന്ന് പറഞ്ഞാൽ ക്യാബേജ് തോരൻ, അല്ലെങ്കിൽ നാടൻ പയർ തോരൻ, അതും അല്ലെങ്കിൽ ഈ പച്ച ഏത്തക്കായില്ലേ ആ തോരനാണ്. ഇപ്പം കാലം മാറിയപ്പം തോരനും ഒത്തിരി മാറിയിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെയാണ് നല്ല തോരൻ. ഇപ്പം ഞാനൊരു കല്യാണ സ്റ്റൈലൊരു തോരൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ക്രിസ്മസിന്, പക്ഷേ എനിക്ക് ആ സാധനം ഇവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ. പിന്നെ ഇതിലേതെങ്കിലും തോരൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. 1-2 വീഡിയോ ഒക്കെ ഉള്ളത് കാണാത്തത് കേട്ടോ, ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും പറയുമ്പോഴും ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ എടുത്തു പറയുന്നില്ല കേട്ടോ. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി വേണം. അത് അതായത് ഏത്തക്ക, പച്ച ഏത്തക്കായ ചേർത്തുള്ള മെഴുക്ക് പുരട്ടിയാണ്, അല്ലെങ്കിൽ നീളൻ പയറിൻ്റെ മെഴുക്ക് പുരട്ടി. അപ്പോൾ പയർ തോരനാണ് വെക്കുന്നതെങ്കിൽ പിന്നെ പയർ മെഴുക്ക് പുരട്ടി വേണ്ട കേട്ടോ, മാറ്റി വെക്കണേ. അപ്പോൾ പച്ച ഏത്തക്കായും അതുപോലെ കടലയും കൂടെ ചേർത്തൊരു മെഴുക്ക് പുരട്ടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അത് വേണേൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഈ ക്രിസ്മസിന്. പിന്നെ ഒരു പച്ചടി വേണം, പച്ചടി നിർബന്ധമാണ് ക്രിസ്മസ് വിരുന്നിന്. അപ്പോൾ പച്ചടി പ്രധാനമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇഞ്ചി പച്ചടിയാണ്. ഇഞ്ചി മാത്രമാണ് അതിൻ്റെ പ്രധാന ചേരുവ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ പച്ചടി ഉണ്ടാക്കുമ്പോഴല്ലോ നിങ്ങൾ തലേന്നേ അങ്ങ് തയ്യാറാക്കി വെച്ചാൽ മതി. അത് പുറത്തിരുന്നാലൊന്നും അഴുക്കാവത്തില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മതിയേ. അപ്പം പച്ചടി ഉണ്ടാക്കാതിരിക്കല്ല, നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ഒരു ബീഫ് ഉലർത്തിയത്, അതുപോലെ മീൻ, നാടൻ മീൻ കറി, അതായത് മീൻ മുളകിട്ട കറി. ഈ നാടൻ മീൻ കറി വെക്കുമ്പോൾ ഈ മീനാണെങ്കിൽ കുറച്ച് കല്യാണ സ്റ്റൈലിൽ ഇച്ചിരി ചാറ് പറ്റിച്ചെടുക്കുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ നാടൻ മീൻ വറുത്തത്, അതും ഉണ്ടാക്കാം. അപ്പം മീൻ കറിയായി, മീൻ വറുത്തതായി. പിന്നെ ഇച്ചിരി സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിക്കുള്ളൂ. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് വീട്ടിൽ പൂവൻകോഴിയെ കൊന്ന് കറി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കാലെടുത്ത് വറക്കുമായിരുന്നു. അപ്പം നാടൻ ചിക്കൻ ഫ്രൈയും, നാടൻ ചിക്കൻ ഫ്രൈക്ക് അല്ലെങ്കിലും പറയുമ്പോൾ വായിൽ വെള്ളം വരും, അതുപോലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു
ഇതിൻ്റെ കൂടെ ഇനി തോരൻ, മെഴുക്ക് പുരട്ടി, അതുപോലെ ചിക്കൻ ഫ്രൈ, ബീഫ്, മീൻ, ഒഴിച്ചുകറി എല്ലാം പറഞ്ഞു. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു മധുരം വേണം. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ കൂടെ തന്നെ ഈ കട്ട്ലറ്റ്, നമ്മളുണ്ടാക്കുന്ന ബീഫ് കട്ട്ലറ്റും കൂടെ വിളമ്പും. പിന്നെ മറ്റൊന്നുണ്ട് ചല്ലാസ് അഥവാ സല്ലാസ് എന്നൊക്കെ പറയും. അതും ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അതും വിളമ്പും. അതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ഞാൻ തൈര് ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. ചല്ലാസ് പോലൊരു സാലഡ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ആൽബത്തിൽ ആഡ് ചെയ്തേക്കാമേ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിന് ലാസ്റ്റിൽ നമ്മളൊരു മധുരം കഴിക്കും. മധുരം എന്ന് പറയുമ്പം ഇപ്പോൾ എല്ലാവരും ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പുഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഈ നമ്മൾ വിളമ്പുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ ഇലയിൽ കുറച്ച് ചൂട് ചോറ്, പച്ച ചോറ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് തൈരുമല്ല മോരുമല്ല അതിനിടയ്ക്ക് നിൽക്കും, ഒരു ഇച്ചിരി ലൂസായിട്ടായിരിക്കും മോര് പോലെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ഒരു പഴവും കൂടി ഇട്ട് ഞെവടി കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുന്നവർ നല്ലതായിട്ട് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ കാണുന്നവർക്കൊരു ഇഷ്ടമല്ലായ്ക തോന്നും, അതിങ്ങനെ ഞെവിടി കഴിക്കുന്നതുകൊണ്ട്. പക്ഷെ അത് കഴിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ആ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ 1980 കാലഘട്ടത്തിലൊക്കെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പോഴും അങ്ങനെ കഴിക്കുന്നവരുണ്ട്. കാരണം ഞാൻ ആ വീഡിയോ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തപ്പോഴും അതിൽ വന്ന കമൻറ്റ് ഇപ്പോഴും അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ പറയുക, ഇതാണ് ലഞ്ച്. അപ്പോൾ ലഞ്ച് ഏകദേശം മനസ്സിലായില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രിസ്മസ് ലഞ്ച് ഉണ്ടാക്കുന്നതെന്ന്. ഇതൊരു നാടൻ ലഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണി, മട്ടൻ, ബീഫ്, പ്രോൺസ്, അങ്ങനെ എന്ത് ബിരിയാണി വേണമെങ്കിലും ഉണ്ടാക്കാം. ബിരിയാണി വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണിയുടെ കോമ്പിനേഷൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗീ റൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എന്ത് വേണമെങ്കിലും, ചിക്കൻ്റെ കോമ്പിനേഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിട്ടിരിക്കുന്ന ആ ബട്ടർ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയൊന്നും ചെയ്യേണ്ട, അത് അരയ്ക്കുകയോ അങ്ങനെയുള്ള പാർട്ടൊന്നും അതിലില്ല കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാവുന്ന, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ബട്ടർ ചിക്കനാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യം തയ്യാറാക്കി നോക്കൂ കേട്ടോ, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിഞ്ഞു, ഇനി ഡിന്നർ. അപ്പോൾ ഡിന്നറിന് മുന്നേ ഒരു കാര്യം പറയാം. വൈൻ ഉണ്ടാക്കുമല്ലോ, ഇപ്പോൾ എല്ലാവരും വൈൻ ഉണ്ടാക്കും. വൈനും കേക്കും എല്ലാം ഉണ്ടാക്കും. ഈ വൈനിൻ്റെ കേക്കിൻ്റെ സെർവിങ്ങിൻ്റെ ടൈം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് എനി ടൈമാണ്, നമുക്കിഷ്ടമുള്ള സമയത്ത് അത് നമുക്ക് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് വൈനിൻ്റെ കാര്യം മാത്രം ഞാൻ സമയം പറയത്തില്ല. അപ്പോൾ വൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പണ്ടുണ്ടല്ലോ, എൻ്റെ കുട്ടിക്കാലത്തൊന്നും വൈനൊന്നും കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നതാണ്. വൈനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മുതിർന്നതിന് ശേഷമാണ് ഇങ്ങനെ വീടുകളിൽ ഉണ്ടാക്കുന്നതും. ഈ വൈൻ ഉണ്ടാക്കുന്നതിന് ഞാൻ 2 റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഗ്രേപ്പ് വൈനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് വൈൻ റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ 2 റെസിപ്പി ഇട്ടിട്ടുള്ളൂ കേട്ടോ വൈനിൻ്റെ. അത് ഗ്രേപ്പ് തന്നെയാണ്. അപ്പോൾ ഗ്രേപ്പ് വൈൻ്റെ അകത്ത് ഞാൻ 10 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്നതും 3 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്നതുമായിട്ട് 2 വൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ 3 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വൈൻ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറുമാണ്. അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. അതാരും ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. പിന്നെ അതിൻ്റെ അതേ രീതിയിൽ തന്നെ, അതായത് ഈസ്റ്റൊക്കെ വളരെ കുറച്ചിടണം. അപ്പോൾ ആ 3 ഡേയ്സ് വൈൻ, ഗ്രേപ്പ് വൈന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ ഡിന്നറെന്ന് പറയുമ്പോൾ ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നോ അതാണ് വൈകുന്നേരം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഉച്ചക്കത്തെ ചോറും കറികളും തന്നെ വൈകുന്നേരം കഴിക്കുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം പിന്നെ നമ്മൾ പാലപ്പവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ പോർക്ക് റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാടൻ മട്ടൻ കറി, അല്ലെങ്കിൽ ഒരു ചിക്കൻ കുറുമ, അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കട്ട്ലേറ്റ്, കുറച്ച് വൈന്, ഒരു കേക്കിൻ്റെ ഒരു കഷ്ണം. ഇതൊക്കെയാണ് ഡിന്നറിന് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കൂടുതലൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. ഇത് ഞാൻ എൻ്റെ രീതിയിൽ, ഞാൻ എൻ്റെ കുഞ്ഞുനാൾ പോലെ കണ്ട് വന്നതും അതുപോലെ തന്നെ ഞാനിപ്പം ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 4 മണിയാകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് പലഹാരങ്ങളൊക്കെ
കഴിക്കാറുണ്ട്. അതായത് എന്താണ് കഴിക്കുന്നത് കുഞ്ഞുനാളിലൊക്കെ? ഡയമണ്ട്, അതുപോലെ തന്നെ അച്ചപ്പം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കുഞ്ഞുനാളിലൊക്കെ കഴിച്ചിരുന്നത്. അപ്പം 4 മണിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വട്ടയപ്പമോ അച്ചപ്പമോ ഡയമണ്ടോ ഒക്കെ ഉണ്ടാക്കി 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. ക്രിസ്മസിൻ്റെ ഏകദേശമൊക്കെ ആ ഒരു വിരുന്ന് ഒരുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ എൻ്റെ ഈ ക്രിസ്മസ് പ്ലേലിസ്റ്റിലുള്ള ഡിഷസ് നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾ സെർവ് ചെയ്യുന്നവർക്കും ഇഷ്ടമാകും. നല്ല സൂപ്പറാണെന്ന് നിങ്ങൾക്ക് നല്ല കമൻസും കിട്ടും. പിന്നെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 2 കമൻസും കൂടെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ കമ്മ്യൂണിറ്റി ടാബിലാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ആദ്യമായിട്ടൊരു കമൻറ്റ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോളിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫോളോവർ വന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഉപ്പുമാങ്ങ ഫോളോ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, ആദ്യമായിട്ട് ചായ ഉണ്ടാക്കാൻ പഠിച്ചത്, നല്ലൊരു ചായ ഉണ്ടാക്കാൻ പഠിച്ചത് ഉപ്പുമാങ്ങയിൽ നിന്നാണ്. പിന്നെ എന്ത് നോൺ വെജ് ഉണ്ടാക്കണമെങ്കിലും ഞാൻ ഉപ്പുമാങ്ങയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതൊരു നല്ലൊരു ക്രെഡിറ്റായിട്ട് തോന്നി. അതുപോലെ തന്നെ വേറൊരു ഫോളോവർ നമ്മുടെ ചിക്കൻ കുറുമ അവരുടെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടി, അതായത് 30 പേർക്ക് വേണ്ടി തയ്യാറാക്കിയായിരുന്നു. അന്ന് അവിടെ വന്ന് കഴിച്ചവരിൽ പലരും ചോദിച്ചത് ഹോട്ടൽ പാരഗണോ അങ്ങനൊരു ഹോട്ടലുണ്ടല്ലോ, അവിടുത്തെ ചിക്കൻ കുറുമയാണോ എന്നായിരുന്നു ചോദിച്ചത്. അതേപോലെ ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കമൻസൊക്കെ എന്ന് പറഞ്ഞൊരു അവാർഡ് പോലെയാണ്. നല്ല സന്തോഷം തോന്നും കേട്ടോ. അപ്പം ഞാനങ്ങനെ എല്ലാ കമൻസും ഒന്നും കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാറില്ല. പക്ഷെ ചില കമൻസൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം തോന്നുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. അതെൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇതെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ കാണുന്ന ഈ പ്ലേലിസ്റ്റിൽ ഇഷ്ടമുള്ള വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ക്രിസ്മസിന് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാം, നിങ്ങൾ സെർവ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടുകാരും നിങ്ങൾ വിളിക്കുന്ന ഗസ്റ്റുകളും ഒക്കെ ഉറപ്പായിട്ട് നിങ്ങളോട് അടിപൊളി ഫുഡാണെന്ന് പറയും. എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടതും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഹാപ്പി ക്രിസ്മസ്.